മറ്റത്തൂരിലെ കൂട്ടരാജി വിവാദത്തിനൊടുവിൽ നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന DCC നിർദ്ദേശം വിമതർ തള്ളി. KPCC നേതൃത്വവും DCC നേതൃത്വവും ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വിമത നേതാക്കൾ അറിയിച്ചു. അതേസമയം BJP പിന്തുണയോടെയാണ് പഞ്ചായത്ത് ഭരണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, എൻ്റെ പേര് എഡ്വിൻ വിൽസൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസുപുരം 164 ബൂത്ത് പ്രസിഡൻറ്റും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുമാണ്. അപ്പോൾ ഏതാനും ചില മണിക്കൂറുകൾക്ക് മുൻപ് ജോൺ, അതുപോലെ തന്നെ ആൻജോ, സജി, ഇവർ 3 പേരും എനിക്ക് നേരെ അസഭ്യം പറയലുണ്ടായി. ഈ സജി എന്ന് പറഞ്ഞ ആൾ പപ്പയുടെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോൺ എന്ന് പറയുന്ന ആളും ആൻജോ എന്ന് പറഞ്ഞ ആളും എനിക്കെതിരെ അസഭ്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. എനിക്ക് പാർട്ടിയുടെ ഒപ്പം നിൽക്കാനാണ് പറ്റുള്ളൂ. BJPയുമായിട്ടൊരു കൂട്ടുകെട്ടാനായിട്ട് എനിക്ക് പറ്റില്ല. പാർട്ടി അംഗത്വം രാജിവെച്ച ആൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും എനിക്ക് പറ്റില്ല. പാർട്ടി അംഗത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ പിന്തുണ കൊടുക്കും. അല്ലാത്ത പക്ഷം ഈ മറ്റത്തൂരിലെ 22ാം വാർഡിലെ ജനങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു വ്യക്തി അതിൽ നിന്നും രാജിവെച്ച് BJP പിന്തുണയോടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിന് നേരെ എനിക്ക് നിങ്ങളുടെ ഈ രൂക്ഷമായ അസഭ്യം എനിക്കത് നേരിടേണ്ട ഒരു ആവശ്യമില്ല. ഞാനത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാനത് അറിയിക്കുകയാണ്. ഓക്കെ. ുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഇപ്പോഴും പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് BJP പിന്തുണയോടെ തന്നെയാണ്. അതേസമയം തന്നെ വിമതരുടെ നിലപാട് ഇരുതരത്തിലാണ്. KP എന്തായാലും DCCയും അതേപോലെ തന്നെ KPCCയും പുറപ്പെടുവിച്ചിട്ടുള്ള അന്ത്യശാസനത്തിന് വഴങ്ങില്ല എന്ന് തന്നെയാണ് നമുക്ക് മറ്റത്തൂരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രസിഡന്റും ഒപ്പം തന്നെ നൂർജഹാൻ ഷെരീഫായിട്ടുള്ള വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്ന ഒരു ഉപാധി അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ അവസാന നിമിഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയും DCC അധ്യക്ഷൻ പറഞ്ഞത്, വ്യക്തമാക്കിയത്, വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതേപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് വന്നാൽ ഇവരെയെല്ലാം കോൺഗ്രസിലേക്ക് തിരികെ സ്വീകരിക്കുമെന്നാണ്. എന്തായാലും ഈ ഒരു ഉപാധി ഇവർ അംഗീകരിച്ചിട്ടില്ല, അവർ രാജിവെച്ചിട്ടില്ല, ഇതുവരെ രാജിവെച്ചിട്ടില്ല. രാവിലെ രാജി ഉണ്ടാകും എന്നാണ് നേതൃത്വം വ്യക്തമാക്കിയത്. എന്തായാലും ആ നേതൃത്വത്തിന്റെ അന്ത്യശാസനം ഇവർ തള്ളി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെസി പ്രസിഡന്റായും അതേപോലെ തന്നെ നൂർജഹാൻ വൈസ് പ്രസിഡന്റായി തുടരുമെന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു. നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളും അംഗീകരിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. KPCCയും അതേപോലെ തന്നെ DCCയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പല കോണുകളിൽ നിന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവരുടെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങൾ പഠിച്ച് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അതായത് രാജിവെച്ച മെമ്പർമാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല അംഗീകരിക്കുന്നത് വരെ അവർ ഈ നിലയിൽ മുന്നോട്ട് പോകുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് വൈസ് പ്രസിഡന്റ് രാജി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പ്രസിഡന്റ് രാജി ഉണ്ടാവില്ല. പ്രസിഡന്റ് സ്ഥാനത്ത് ടെസി മുന്നോട്ട് പോകുമെന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഈ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TM ചന്ദ്രനുമായിട്ടാണ് പ്രധാനമായിട്ടും ഈ KPCC നേതൃത്വം ചർച്ച നടത്തിയിട്ടുള്ള. ആദ്യഘട്ടത്തിൽ TM ചന്ദ്രൻ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് DCC അധ്യക്ഷനെതിരെ ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ ആ വിമർശനങ്ങൾക്ക് അല്പം മയം വന്നിട്ടുണ്ട്. അല്പം DCCയുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ TM ചന്ദ്രൻ രാവിലെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും TM ചന്ദ്രനും അവസാന ഘട്ടം പറയുന്നത് രാജി എന്നൊരു കാര്യം ഉദിക്കുന്നില്ല, പ്രസിഡന്റിന്റെ രാജി ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തിലൊരു സമവായ ചർച്ചയുണ്ടായി അതിലൊരു സമവായം ഉരുത്തിരിഞ്ഞാൽ അത് വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ രാജിവെക്കുള്ളൂ എന്നാണ്. എന്തായാലും വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് തൽക്കാലം രാജിയില്ല എന്ന് തന്നെയാണ്. KP. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ.